ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാലാഴി മഥനം കഴിഞ്ഞ ശേഷം ലഭിച്ച കാളകൂട വിഷം കഴിച്ച് മഹാദേവൻ ലോകത്തെ ആകമാനം രക്ഷിച്ച പുണ്യ ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെയും ബലിതർപ്പണം നടത്തുന്നതിലൂടെയും സകല പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. ശിവപ്രീതിക്കായി ഭക്തലക്ഷങ്ങൾ വ്രതമെടുത്ത് ക്ഷേത്ര ദർശനം നടത്തി. പ്രധാന വാർത്തകളിലേക്ക്. മഹാശിവരാത്രി. ശിവപ്രീതിക്കായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. നൌഷാദിനെ പോലെയുള്ള സുമനസ്സുകളുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് സംവിധായകൻ രഞ്ജിത്ത്. കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഒരു സംവിധാനവും നിലവിലില്ലെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് ഉണ്ടാക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. പരമശിവന്റെ ആയുർസൗഖ്യത്തിനായി പാർവതിദേവി ഉറക്കമിളച്ചിരുന്ന് വ്രതമെടുത്തതിന്റെ ഓർമ്മയിൽ നാടെങ്ങും മഹാശിവരാത്രി ആഘോഷങ്ങൾ നടക്കുകയാണ്. ആഘോഷങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടന്നു. പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണ ചടങ്ങുകളും ഇതോടൊപ്പം നടന്നുവരുന്നു. ശിവരാത്രി ദിവസം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ വ്യക്തികളുടെ ആത്മാവിലെ പാപങ്ങൾ കഴുകിക്കളയാമെന്നാണ് വിശ്വാസം. ഇതടിസ്ഥാനത്തിൽ വിശ്വാസികൾ ശിവരാത്രി വ്രതമെടുത്ത് പൂജാതി കർമ്മങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കാണിച്ചു. പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണ ചടങ്ങുകളും ശിവരാത്രിയോടനുബന്ധിച്ച് നടന്നുവരുന്നു. ശിവരാത്രി ദിനത്തിന്റെ തുടക്കത്തിൽ തന്നെ ബലികർമ്മങ്ങൾ നടത്താമെന്നാണ് വിശ്വാസം. അതിനാൽ ഞായറാഴ്ച തന്നെ പലയിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. ചിലർ തിങ്കളാഴ്ചയാണ് ബലികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ബുധനാഴ്ചത്തെ വാവുബലിക്കായി ഒരുങ്ങുന്നവരുമുണ്ട് കൂട്ടത്തിൽ. കോഴിക്കോട്ടെ വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളും പ്രത്യേക ചടങ്ങുകളും നടന്നു. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകവും ഏകാദശ രുദ്രജപവും ഉണ്ടായി. തളി മഹാക്ഷേത്രത്തിൽ അഖണ്ഡനാമജപം നടന്നു. തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. അമ്പലക്കോത്ത് കണിയാത്ത് ശിവക്ഷേത്രത്തിൽ ഉഷപൂജയും കുറ്റിയാട്ട് പരദേവതാ ക്ഷേത്രത്തിൽ അഖണ്ഡനാമജപവും നടന്നു. തളി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകം നടന്നു. പട്ടർപാലം നെല്ലുളി തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ ഏകാദശ രുദ്രധാരയും ചേളന്നൂർ പാലയുള്ളകണ്ടിയിൽ കരിയാത്തൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ തിറയുത്സവവും നടന്നു. വേങ്ങേരി ശിവങ്കൽ ക്ഷേത്രം, പെരുവണ്ണ ശിവ വിഷ്ണു ക്ഷേത്രം, പുതുക്കോട് ശങ്കരനാരായണ ക്ഷേത്രം, മായനാട് പുല്ലങ്ങോട്ട് ശിവക്ഷേത്രം, ചേളന്നൂർ മഹാശിവക്ഷേത്രം, ആഴ്ചവട്ടം കപാലേശ്വര ക്ഷേത്രം, ചെറുവണ്ണൂർ അതിരാളൻ ക്ഷേത്രം, അമ്പലക്കോത്ത് വടക്കേ നെടുമ്പുറത്ത് നാഗക്കാവ് തുടങ്ങിയ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഈ കെട്ടകാലത്തും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നൌഷാദിനെ പോലെയുള്ള സുമനസ്സുകളുടെ ഓർമ്മകളാണെന്ന് സംവിധായകൻ രഞ്ജിത്ത്. MESന്റെ മതേതര സംരക്ഷണ മാസാചരണ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം ഭീഷണി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നുപോകുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ മുൻപും ശേഷവും മതവും മതേതരത്വവും ഫാസിസവും തീവ്രവാദവുമൊക്കെ എന്നും നമുക്കിടയിൽ ചർച്ചയായിട്ടുമുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി MES മതേതരത്വ സംരക്ഷണ മാസമായി ആചരിച്ചു വരികയായിരുന്നു. അതിന്റെ ജില്ലാതല സമാപന സമ്മേളനം കോഴിക്കോട് ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. സിനിമാ സംവിധായകൻ രഞ്ജിത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം മതേതരത്തെ താങ്ങി നിർത്താൻ വ്യത്യസ്ത തുറകളിലൂടെ പ്രവർത്തിച്ച വ്യക്തികൾക്ക് പില്ലേഴ്സ് ഓഫ് സെക്യുലറിസം അവാർഡ് അദ്ദേഹം വിതരണം ചെയ്തു. PK പാറക്കടവ്, ഡോക്ടർ K സുരേഷ് കുമാർ, NP ചേക്കൂട്ടി, ആത്മത്യാഗം ചെയ്ത കോഴിക്കോട് ഓട്ടോ ഡ്രൈവർ നൌഷാദ് തുടങ്ങിയവരാണ് അവാർഡ് ജേതാക്കൾ. നൌഷാദിനെ പ്രതിനിധീകരിച്ച് നൌഷാദിന്റെ മാതാവ് അവാർഡ് ഏറ്റുവാങ്ങി.
ഇവിടെ വന്ന് ചടങ്ങിലൊന്ന് തലകാണിച്ച ശേഷം ചാലക്കുടി മണിയുടെ വീട്ടിലേക്ക് പോകാനുള്ള യാത്രയാണ്. ഈ 4 പേരുകൾ എൻ്റെ മുന്നിലുണ്ട്. ഏറെ പ്രിയപ്പെട്ട ആളുകൾ തന്നെയാണ്. പി.കെ. പാറക്കടവ്, ഡോക്ടർ സുരേഷ് കുമാർ, എൻ പി ശുദ്ധി, പിന്നെ വന്ന് ഇന്നും കോഴിക്കോട് അതിന്റെ വേദനയിൽ നിന്നും മുക്തി നേടിയിട്ടില്ലാത്ത 2 മനുഷ്യ ജീവനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലി നൽകിയ നൗഷാദ്. ജീവിച്ചിരിക്കാൻ ഈ കെട്ട കാലത്തും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ മനസ്സ് നമിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടർന്ന് കേരള പുലയ മഹാസഭ അംഗം പുന്നല ശ്രീകുമാർ രോഹിത് വെമുല അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ MES ജില്ലാ പ്രസിഡന്റ് CT സക്കീർ ഹുസൈൻ അധ്യക്ഷം വഹിച്ചു. MES ജില്ലാ ട്രഷറർ NPC അബ്ദുറഹ്മാൻ, ATM അഷ്റഫ്, PP അബ്ദുള്ള, PH മുഹമ്മദ് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഒരു സംവിധാനവും നിലവിലില്ലെന്നും ഭക്ഷണ സാധനങ്ങളുടെ പരിശോധന കർശനമായി നടപ്പിലാക്കാൻ ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് ഉണ്ടാക്കണമെന്നും ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ വാർഷികവും കുടുംബയോഗവും മാർച്ച് 8 കോഴിക്കോട്ട് നടക്കും. പപ്പടം മുതൽ കുപ്പിവെള്ളം വരെ കവറിലാക്കിയ പലഹാരങ്ങൾ മുതൽ ജങ്ക് ഫുഡുകൾ വരെ ഭക്ഷ്യ സംസ്കരണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം കരുതലും സൂക്ഷ്മ പരിശോധനകളും ആവശ്യമായ ഇവയ്ക്കൊരു മന്ത്രാലയമോ വകുപ്പോ ഇപ്പോൾ നിലവിലില്ല എന്ന് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വിൽപ്പനയ്ക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ഒന്നും പരിശോധന ഇന്ന് നടക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് പേരുടെ ആവശ്യങ്ങൾക്ക് ഈ വകുപ്പ് അനിവാര്യമായിരിക്കുകയാണ്. AKCA സമ്മേളനം കേരളത്തിനൊരു ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് വേണമെന്ന ആവശ്യം സർക്കാരിനോട് ഉന്നയിക്കുമെന്നും സംസ്ഥാന ഭാരവാഹി ബാദുഷ കടലുണ്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടിക്കടയിൽ നിന്ന് പോലും ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം നിലനിൽക്കുക. മരുന്ന് വാങ്ങാൻ മെഡിക്കൽ ഷോപ്പ് തേടി പോകുന്ന കേരളീയർ ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് പെട്ടിക്കടയിലേക്ക് ചെന്ന് പോകുന്ന അവസ്ഥ വരിക. അപ്പോൾ യാതൊരു സുരക്ഷിതത്വം ഇല്ല, എന്താ കൊടുക്കുന്നത് എങ്ങനെയെന്നുള്ള. അപ്പോൾ യാതൊരു നിയമങ്ങളും പാലിക്കാതെ കൂണുപോലെ മുളച്ചുവരുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്ക് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷന്റെ വാർഷികവും കുടുംബയോഗവും മാർച്ച് 8 കോഴിക്കോട്ട് നടക്കും. A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വനിതാ ദിനത്തിന്റെ ഭാഗമായി കുടുംബമേളയും ഒപ്പം പാചകറാണി മത്സരവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. സ്മാർട്ട് ടാക്സിക്കെതിരെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി സംയുക്ത സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന സ്മാർട്ട് ടാക്സിക്കെതിരെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. ഇതോടനുബന്ധിച്ച് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ സംയുക്ത സമര പ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്മാർട്ട് ടാക്സി വരുന്നതോടുകൂടി നഗരത്തിലെ ഓട്ടോ ടാക്സി തൊഴിലാളികൾ വൻ ഭീഷണികൾ നേരിടേണ്ടി വരും. തുടർന്നാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. സ്മാർട്ട് ടാക്സിയുടെ ഉദ്ഘാടന കർമ്മം ഈ മാസം നടത്താനിരിക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നടക്കുന്ന വേദിയിലേക്ക് മോട്ടോർ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുവാൻ കൺവെൻഷൻ തീരുമാനമെടുത്തു. തുടർന്നും സ്മാർട്ട് ടാക്സി പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ സമര നടപടികൾക്ക് രൂപം നൽകുന്നതിനും കൺവെൻഷനിൽ തീരുമാനമായി. മുട്ടുസൂചി മുതൽ എറോപ്ലെയിൻ വരെ ഉണ്ടാക്കുന്ന ഇന്ന് രാജ്യത്തിന് വില പറഞ്ഞുകൊണ്ടിരിക്കുന്ന റിലയൻസിനെ പോലുള്ള റിലയൻസും അതുപോലെ തന്നെ അംബാനിമാരെ പോലുള്ള അദാനിമാരെ പോലുള്ള ഈ രാജ്യത്ത് ഏറ്റവും ബിസിനസ് നടത്തുന്ന വമ്പന്മാരുടെ കൂട്ടത്തിലുള്ള ഒന്നാണ് ടാറ്റ. ടാറ്റയുടെ ഒരു ചെറുവാഹനമാണ്, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഇരുമ്പുകളൊക്കെ എടുത്തുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഐഷർ എന്ന്. എന്താ അതിന്റെ പേര് കറക്റ്റായിട്ട് എനിക്കറിയില്ല. INTUC പ്രതിനിധി TM അശോകൻ അധ്യക്ഷനായ ചടങ്ങിൽ KP ബാലരാമൻ, സേതുമാധവൻ, U സതീശൻ, സുനിൽ, കലാം കടവാനത്ത്, T സദാനന്ദൻ, സുവീഷ്, ഗോപാലകൃഷ്ണൻ, സനൽ, A മുഹമ്മദ് കോയ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലയിൽ പൊതു തിരഞ്ഞെടുപ്പ് കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായി ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായതായും കളക്ടർ N പ്രശാന്ത് പറഞ്ഞു. കേരളത്തിൽ മെയ് 16 നിയമസഭാ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അറിയിച്ചു. തെരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളും സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതിനായി 13 മാസ്റ്റർ ട്രെയിനർമാരെ തിരുവനന്തപുരത്ത് അയച്ച് പരിശീലനം നൽകി.
ഈ പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഡാറ്റ എൻട്രി പൂർത്തിയാക്കി വരികയാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ഇരട്ടിപ്പുകളും മരിച്ചവരുടെ പേരുകളും നീക്കം ചെയ്തു. ജനുവരി 14 വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ലഭിച്ച ഓൺലൈൻ അപേക്ഷകളിൽ നടപടികൾ തുടരുകയാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ 142 പോളിംഗ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്നതിനുള്ള വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ മെഷീൻ ജില്ലയിൽ എത്തിക്കഴിഞ്ഞതായും കലക്ടർ അറിയിച്ചു. ഇലക്ഷൻ ഡെസ്ക്, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur, Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസ് ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. കേരള പാരാലിമ്പിക് ദേശീയ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള അത്ലറ്റിക് ട്രയൽ സെലക്ഷൻ ദേവഗിരി കോളേജ് ഗ്രൌണ്ടിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പാരാലിമ്പിക് കമ്മിറ്റിയിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച 24ഓളം കളികൾ നിലവിലുണ്ട്. അതിൽ കേരളം പങ്കെടുക്കുന്നത് ആർച്ചറി, ടെന്നീസ്, സിറ്റിംഗ് വോളിബോൾ, പവർ ലിഫ്റ്റിംഗ്, ഫെൻസിംഗ്, ഡിസേബിൾഡ് ഇൻഡോർ ക്രിക്കറ്റ്, അത്ലറ്റിക് എന്നീ ഇനങ്ങളിലായാണ്. നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള അത്ലറ്റിക് ട്രയൽ സെലക്ഷനാണ് ദേവഗിരി കോളേജിൽ നടന്നത്. വിവിധ ജില്ലകളിൽ നിന്നായി 150ഓളം കുട്ടികളും 50 സപ്പോർട്ടേഴ്സും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാർച്ച് 25 മുതൽ 30 വരെ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ അർഹത നേടും. പരിപാടിയിൽ ഡോക്ടർ പി പ്രമോദ് കുമാർ, ഫാദർ ജോസഫ് പൈക്കട, OC മനോമോഹനൻ, മോഹൻദാസ്, മാത്യു കുരിയാടത്ത്, കായക്കൽ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. തച്ചിലോട്ട് നാരായണൻ, നിസാർ ഒളവണ്ണ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുജുകുന്ന് ചെറുകിട വ്യവസായ പാർക്കിൽ പ്രവർത്തനത്തിനൊരുങ്ങുന്ന ബാറ്ററി നിർമ്മാണശാലയ്ക്കെതിരെ സമരം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി സ്ത്രീകളും കുട്ടികളും ചേർന്ന് മനുഷ്യ ചങ്ങല തീർത്തു. കെ ദാസൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി മുജുകുന്നിലെ ചെറുകിട വ്യവസായ പാർക്കിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന ഓറിയോൺ ലെഡ് ആസിഡ് ബാറ്ററി നിർമ്മാണശാലയ്ക്കെതിരെ സമരം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി മുജുകുന്നിൽ പ്രതിരോധ മനുഷ്യച്ചങ്ങല തീർത്തു. ബാറ്ററി നിർമ്മാണ യൂണിറ്റിന് 100 മീറ്റർ പരിധിയിൽ 2 കോളനികളും പഞ്ചായത്തിന് പൊതുകിണർ ഉൾപ്പെടെയുള്ള 10ഓളം ജലാശയങ്ങളുമുണ്ട്. മുജുകുന്ന് സർക്കാർ കോളേജ്, മുജുകുന്ന് UP സ്കൂൾ, അങ്കണവാടി എന്നിവയും സമീപത്താണ്. എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ കമ്പനി സമർപ്പിച്ച പ്രൊജക്ട് പ്രകാരം സമീപത്ത് വീടുകളോ ജലാശയങ്ങളോ ഇല്ല എന്നാണ് കാണിച്ചിരിക്കുന്നത്. റെഡ് കാറ്റഗറി വിഭാഗത്തിൽപ്പെടുന്ന വ്യവസായ യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ കമ്പനി കെട്ടിട നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. പ്രതിരോധ മനുഷ്യച്ചങ്ങലയിൽ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ കണ്ണികളായി. MLA കെ ദാസൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ CP ബാബു, കൺവീനർ AT വിനീഷ്, KP മോഹനൻ, സന്തോഷ് കുന്നമ്മൽ, VK ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. CH സ്മാരക KATF ഭവൻ ലൈബ്രറി ആൻഡ് കൌൺസിലിംഗ് സെന്റർ ഉദ്ഘാടന സമ്മേളനം മാർച്ച് 8 വ്യാപാര ഭവനിൽ നടക്കും. CH ഭവൻ മന്ത്രി MK മുനീറും ലൈബ്രറി ഉമ്മർ പാണ്ഡികശാലയും കൌൺസിലിംഗ് സെന്റർ KC അബുവും ഉദ്ഘാടനം ചെയ്യും.
കേരളത്തിലെ ഭാഷാ അധ്യാപക സംഘടനയായ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ അധ്യാപകർക്കിടയിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന സജീവ സംഘടനയാണ്. അറബി ഭാഷയുടെ സംരക്ഷണത്തിനു വേണ്ടിയും സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഉന്നമനത്തിനുമായി നിർമ്മിച്ച CH സ്മാരക KATF ഭവന്റെയും ലൈബ്രറിയുടെയും കൌൺസിലിംഗ് സെന്ററിന്റെയും ഉദ്ഘാടനം മാർച്ച് 8 നടക്കുമെന്ന് KATF ജില്ലാ സെക്രട്ടറി P. മുഹമ്മദ് അലി പറഞ്ഞു. ലൈബ്രറി ഉദ്ഘാടനം ഉമ്മർ പാണ്ഡികശാലയും കൌൺസിലിംഗ് സെന്റർ KC അബുവും CH സ്മാരകം മന്ത്രി MK മുനീറും ഉദ്ഘാടനം ചെയ്യും. മനയത്ത് ചന്ദ്രൻ, കമാൽ വരദൂർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. DDE ഗിരീഷ് ടോലയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. VM ഉമ്മർ മാസ്റ്റർ MLA സമ്മാനദാനവും MA റസാഖ് മാസ്റ്റർ ഉപഹാര സമർപ്പണവും നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ ജില്ലാ സംഗമവും യാത്രയപ്പ് സമ്മേളനവും ശിക്ഷക് സദനിൽ നടന്നു. PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ കോഴിക്കോട് റവന്യൂ ജില്ലാ സംഗമവും യാത്രയപ്പ് സമ്മേളനവും ശിക്ഷക് സദനിൽ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. നല്ലളം നാസർ മദനി വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കുട്ടികളെ കണ്ടെത്തി, രക്ഷിതാക്കളെ കണ്ടെത്തി ആവശ്യമായ പരിഹാര നിർദ്ദേശങ്ങൾ നൽകാൻ ഇവർക്ക് അതിന് സാധ്യമായിട്ടുണ്ട് എന്നതാണ്. KMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് EC നൌഷാദ്, MA ലത്തീഫ്, K അബ്ദുൾ ഷുക്കൂർ, TK അബൂബക്കർ, മുഹമ്മദ് സാലിഹ് എന്നിവർ സംസാരിച്ചു. PP അബ്ദുൾ ഖയ്യൂം, അബ്ദുൾ അലി ബാലുശ്ശേരി, PP ഫിറോസ്, K അബ്ദുൾ ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഴ്ച പരിമിതർക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളായ മലയാളികൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകിയത് ബ്ലൈൻഡ് ക്രിക്കറ്റ് അസോസിയേഷനുള്ള അംഗീകാരമാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുഹമ്മദ് ഫർഹാൻ, വിഷ്ണു UP എന്നിവർക്കാണ് ICDS പദ്ധതിയിൽ LD ക്ലാർക്കായി നിയമനം ലഭിച്ചത്. കാഴ്ച പരിമിതിയുള്ളവർക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങളായ മലയാളികൾക്ക് സംസ്ഥാന സർക്കാർ ജോലി നൽകി. ഇന്ത്യൻ ടീം അംഗങ്ങളായ മുഹമ്മദ് ഫർഹാൻ, വിഷ്ണു UP എന്നിവർക്കാണ് സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലെ ICDS പദ്ധതിയിൽ LD ക്ലാർക്കായി നിയമനം ലഭിച്ചത്. കാഴ്ച പരിമിതർക്കുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷനുള്ള അംഗീകാരം കൂടിയാണ് ഇത്. മുഖ്യമന്ത്രിയുടെയും സഹപ്രവർത്തകരുടെയും മനോഭാവം മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രജനീഷ് ഹെൻറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 പേരായി. ഇപ്പൊ ആദ്യം 2020 വേൾഡ് കപ്പിൽ ഒരു പ്ലെയറിന് കിട്ടിയിരുന്നു. ഇപ്പം ഈ വിഷ്ണു ഫർഹാനും കൂടി കിട്ടിയതോടുകൂടി കാഴ്ച പരിമിതിയുള്ള ക്രിക്കറ്റ് താരങ്ങൾക്ക് ജോലി നൽകുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇത്തരക്കാർക്ക് മാധ്യമങ്ങളും സർക്കാരും നൽകുന്ന പിന്തുണയ്ക്കുള്ള കൃതജ്ഞതയും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അരക്കിണർ മേലേച്ചിറ റെയിലിന് സമീപത്തെ കള്ളുഷോപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ 12 മണിക്കൂർ ധർണ നടത്തി. മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ പ്രസിഡന്റ് OJ ചിന്നമ്മ ഉദ്ഘാടനം ചെയ്തു. അരക്കിണർ മേലേച്ചിറ റെയിലിന് സമീപത്തെ കള്ളുഷാപ്പ് പ്രദേശത്തുനിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ 12 മണിക്കൂർ ധർണ നടത്തി. മദ്യനിരോധന സമിതി സംസ്ഥാന വനിതാ പ്രസിഡന്റ് OJ ചിന്നമ്മ ഉദ്ഘാടനം ചെയ്തു. ഒരു കുഞ്ഞും അച്ഛനുണ്ടായിട്ടും അച്ഛന്റെ സ്നേഹം എന്തെന്നറിയാത്ത 92 മക്കളെ ആ അനാഥാലയത്തിന് സമ്മാനിച്ചത് ഇത്തരത്തിലുള്ള കൊലയറശാലകളാണ്. പ്രദേശത്ത് കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് കാരണം സ്വൈര്യജീവിതം ഇല്ലാതാകുന്നുവെന്ന് ആരോപിച്ചാണ് ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച സമരം രാത്രി 9-ന് സമാപിച്ചു. രാത്രി സമയത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളും മറ്റുമെത്തി കള്ളു കുടിച്ച ശേഷം വാക്കേറ്റവും അടിപിടിയും നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒട്ടേറെ തവണ ബേപ്പൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കള്ളുഷാപ്പ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കള്ളുഷാപ്പിന്റെയും പൊതുവഴിയുടെയും ഇടയിൽ മതിലില്ലാത്തതിനാൽ ഇവിടെ ഏറെ പ്രയാസമുണ്ടാക്കുന്നു. സ്ത്രീകൾ നടക്കുമ്പോൾ അവർക്ക് നേരെ അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുന്നതും മറ്റും ഉണ്ടാകാറുണ്ടെന്നും പറയുന്നു. കൌൺസിലർ PP ബീരാൻഗോയ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ പൊന്നത്ത് ഷൈമ, തോട്ടപ്പള്ളി അനിൽകുമാർ, N സതീഷ് കുമാർ, M ഗിരിജ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MP ആദമുൽസി, KP ശ്രീശൻ, ദേവരാജൻ പൊന്നത്ത്, തോമസ് തോപ്പിൽ, ഇന്ദു ദയാനന്ദ്, റീന ജയകുമാർ, M ഷാജി, AM അനിൽകുമാർ, മച്ചിങ്ങൽ സുകുമാരൻ, P അബ്ദുൾ ഗഫൂർ, മലയിൽ ഗീത, സിസിലി ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. All I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി C അഖിലേഷിന്റെ കുടുംബത്തിന് NSS നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം എളമരം കരീം MLA നിർവഹിച്ചു. PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷനായിരുന്നു.
ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ +2 വിദ്യാർത്ഥി സി അഖിലേഷിന്റെ കുടുംബത്തിന് NSS യൂണിറ്റിന് നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം എളമരം കരീം MLA ആണ് നിർവഹിച്ചത്. നമ്മുടെ PTA പ്രസിഡന്റ് മുരളി ബേപ്പൂർ അധ്യക്ഷം വഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ P. ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നടൻ കോഴിക്കോട് നാരായണൻ നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൌൺസിലർമാരായ പൊന്നത്ത് ഷൈമ, പേരോത്ത് പ്രകാശൻ, N. സതീഷ് കുമാർ, NSS സംസ്ഥാന കോർഡിനേറ്റർ K. സുബൈറുട്ടി, റീജിയണൽ കോർഡിനേറ്റർ K. C. ഫസലുൽ ഹക്ക്, ജില്ലാ കോർഡിനേറ്റർ ശ്രീജിത്ത് പാലോറ, പ്രിൻസിപ്പൽ PJ ലൂസി, പ്രധാനാധ്യാപിക V. ജീജ, PSC അംഗം V. സുബ്രഹ്മണ്യൻ, TK അബ്ദുൽ ഗഫൂർ, KV റഫീഖ്, K. പ്രജിത, C. പ്രഭീഷ് കുമാർ, സജീവൻ ബേപ്പൂർ, KV മുസ്തഫ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് തെപ്പോത്സവം നടന്നു. തെപ്പരഥത്തിൽ ശിവപാർവതി സുബ്രഹ്മണ്യന്മാരുടെ തിടമ്പുകൾ എഴുന്നള്ളിച്ച് ക്ഷേത്രക്കുള മധ്യത്തിൽ വിഘ്നേശ്വരനെയും ചേർത്ത് പൂജിക്കുന്ന ചടങ്ങാണ് തെപ്പോത്സവം. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തെപ്പോത്സവം കൊണ്ടാടി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ക്ഷേത്രനടയിൽ പാണക്കുട കൈമര ചടങ്ങിന് ശേഷം ക്ഷേത്രം തന്ത്രി രാകേഷ്, മേൽശാന്തി ഷിബു എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തെപ്പോത്സവം നടന്നത്. തെപ്പരഥത്തിൽ ശ്രീകണ്ഠേശ്വരത്തിന്റെയും ശ്രീ സുബ്രഹ്മണ്യന്റെയും ശ്രീ പാർവതിയുടെയും തിടമ്പുകൾ 3 തവണ ക്ഷേത്രകുളത്തിൽ പ്രദക്ഷിണം ചെയ്തു. തുടർന്ന് ക്ഷേത്രകുളത്തിന് മധ്യത്തിലുള്ള മണ്ഡപത്തിൽ വിഘ്നേശ്വരനെയും ചേർത്ത് അഭിഷേകവും പൂജാകർമ്മങ്ങളും നടന്നു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. 6 മണിയോടെ പകൽപൂരത്തിന് ശേഷം നൃത്തപരിപാടികളും അരങ്ങേറി. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുന്ദർദാസ് പുറോളി, E. അനിരുദ്ധൻ, സുരേഷ് ബാബു എടക്കോത്ത്, KV അരുൺ, അനിൽകുമാർ കേലാട്ട്, തറമൽ പ്രസന്നകുമാർ, KC വാസു എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയുടെ വർത്തമാന കുറിപ്പുകൾ, നീർത്തുള്ളികൾ എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ UK കുമാരൻ, മുതിർന്ന പത്രപ്രവർത്തകൻ KP കുഞ്ഞിമൂസ എന്നിവരാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള രചിച്ച വർത്തമാന കുറിപ്പുകൾ ലേഖന സമാഹാരവും നീർത്തുള്ളികൾ കവിതാ സമാഹാരവും പ്രകാശനം ചെയ്തു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരൻ UK കുമാരൻ, മുതിർന്ന പത്രപ്രവർത്തകൻ KP കുഞ്ഞിമൂസ എന്നിവരാണ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഡോക്ടർ പ്രിയദർശൻ ലാൽ, K. മോഹൻദാസ് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. PV ഗംഗാധരൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട്, സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു, CP ഹമീദ്, ഡോക്ടർ P. പ്രമോദ് കുമാർ, ജോസഫ് തോമസ്, P. വേലായുധൻ, TH വത്സരാജ് എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. CITU ബേപ്പൂർ മേഖലാ സമ്മേളനവും കുടുംബസംഗമവും ബേപ്പൂർ എടത്തൊടി കൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ നടന്നു. എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. CITU ബേപ്പൂർ മേഖലാ കുടുംബസംഗമം എളമരം കരീം MLA ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ സാമഗ്രികൾ ഖനനം ചെയ്യാനുള്ള അനുമതി കൊടുക്കാത്തതിന്റെ ഫലമായി ഈ വസ്തുക്കൾക്കെല്ലാം വില വർദ്ധിക്കുക. K. സിദ്ധാർത്ഥൻ, CITU ജില്ലാ കമ്മിറ്റി അംഗം VV രാജൻ, N. അനിൽകുമാർ, M. പുരുഷോത്തമൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് രവീന്ദ്രൻ മാസ്റ്റർ എഴുതിയ വേദപഠനം പുസ്തകം പ്രകാശനം ചെയ്തു. സാമൂതിരി KCU രാജ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഇന്ദിരാ കൃഷ്ണകുമാർ പുസ്തകം ഏറ്റുവാങ്ങി. ശിവരാത്രി ദിനം കാഞ്ഞങ്ങാട് രവീന്ദ്രൻ മാസ്റ്റർ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. ഋഗ്വേദ മന്ത്രങ്ങൾ 1-ാം അധ്യായം പഠന സഹായി വേദ പഠനം എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത്. കോഴിക്കോട് തളി മഹാക്ഷേത്രാങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സാമൂതിരി രാജ KCU രാജ പ്രകാശന കർമ്മം നിർവഹിച്ചു. മുൻ പോസ്റ്റൽ സർവീസസ് ബോർഡ് മെമ്പർ ഇന്ദിരാ കൃഷ്ണകുമാർ ആദ്യപ്രതി സ്വീകരിച്ചു.
വേദങ്ങളും ഉപനിഷത്തുകളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അല്ലെങ്കിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അത് കൂടുതൽ പഠിക്കാനും അതിനുള്ളൊരു വേദി ഒരുക്കാനും ശ്രീ മാസ്റ്റർ ചെയ്ത ഒരു മഹത്തായ സേവനമാണിത്. സാമൂതിരിരാജയുടെ പേഴ്സണൽ സെക്രട്ടറി TR രാമവർമ്മ അധ്യക്ഷനായിരുന്നു. തുടർന്ന് ഗ്രന്ഥകർത്താവിനെ ആദരിച്ചു. തളി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ VM ചന്ദ്രദാസ്, PK കൃഷ്ണനുണ്ണി രാജ, മാതൃഭൂമി ഫിനാൻസ് റിട്ടയർഡ് ചീഫ് ജനറൽ മാനേജർ K നാരായണൻ നമ്പീശൻ, ബാങ്ക് ഓഫ് ഇന്ത്യ റിട്ടയർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ KS വെങ്കിടാചലം, PC ബിജുകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുപ്രവർത്തകർക്കിടയിൽ നേരിന്റെ ഉത്തമ മാതൃകയായിരുന്നു മുൻ സ്പീക്കർ G കാർത്തികേയനെന്ന് MK രാഘവൻ MP. G കാർത്തികേയൻ അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ G കാർത്തികേയൻ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത്. പൊതുപ്രവർത്തനത്തിൽ നേരിന്റെയും നിറയുടെയും ഉത്തമ മാതൃകയായിരുന്നു G കാർത്തികേയനെന്ന് MK രാഘവൻ MP പറഞ്ഞു. അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖം നോക്കാതെ തെറ്റിനെതിരെ അദ്ദേഹം എന്നും പ്രതികരിച്ചിരുന്നു. രാഷ്ട്രീയത്തിൽ വ്യക്തിബന്ധങ്ങൾക്ക് പോറലേൽപ്പിക്കാത്ത കാർത്തികേയൻ ഒട്ടേറെ സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിച്ചിരുന്നുവെന്നും MP പറഞ്ഞു. കേരളത്തിലെ മലയാളികൾക്ക് പ്രത്യേകിച്ച് അവരുടെ മനസ്സുകളിൽ എന്നും തെളിഞ്ഞു നിൽക്കുന്ന ഒരു മുഖചിത്രമാണ് GK എന്ന് പറഞ്ഞാൽ ശരി. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എക്കാലത്തും അതിന്റെ പുരോഗമന സ്വഭാവം നിലനിർത്താൻ വേണ്ടി, അതിന്റെ വ്യക്തിത്വം നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരുപാട് പാർട്ടിക്കകത്തെ അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളും പുറത്തു നടത്തിയ പോരാട്ടവുമെല്ലാം. സമിതി ചെയർമാൻ KP നിതീഷ് അധ്യക്ഷനായിരുന്നു. CK നാണു MLA, BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, CP ജില്ലാ സെക്രട്ടറി TV ബാലൻ, PV ഗംഗാധരൻ, P ദാമോദരൻ, A സജീവൻ, UK കുമാരൻ, അനുസ്മരണ സമിതി ജനറൽ കൺവീനർ PV അബ്ദുൽ കബീർ, ട്രഷറർ രമേശ് നമ്പ്യത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്നേഹത്തിനും സൗഹൃദത്തിനും സർഗസൃഷ്ടികൾക്കും ശബ്ദമൊരു തടസ്സമല്ല എന്ന് തെളിയിക്കുകയാണ് കോഴിക്കോട്ട് നടന്ന കൂട്ടായ്മ. ഓൾ കേരള അസോസിയേഷൻ ഓഫ് ദി ഡെഫിന്റെ നേതൃത്വത്തിലാണ് ബധിര വനിതകൾക്കായി വ്യത്യസ്തമായ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. വന്നുചേർന്ന വിധിയെ തോൽപ്പിച്ച് മുന്നേറിയവരുടെ ആദ്യത്തെ കൂട്ടായ്മയാണ് വിവിധ പരിപാടികളോടെ ടൗൺ ഹാളിൽ നടന്നത്. ശബ്ദത്തിന്റെ ലോകം പൂർണ്ണമായും അന്യമായവരാണ് ഒരു കുടക്കീഴിൽ ഒത്തുചേർന്നത്. ഓൾ കേരള അസോസിയേഷൻ ഓഫ് ദി ഡെഫിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ബധിര വനിതകൾക്കായി ആദ്യമായാണ് സംസ്ഥാന തലത്തിൽ കൂട്ടായ്മ ഒരുക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. ആദ്യ സംസ്ഥാന സമ്മേളനമാണ് നടക്കുന്നത്. അത് സംഘടിപ്പിക്കുന്നത് കേരളത്തിലുള്ള ബധിരരായ യുവതികളുടെ ഒരു കൂട്ടായ്മയാണ്. സുഹൃത്തുക്കളെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലായിരുന്നു പലരും. കണ്ടപാടെ ആംഗ്യം കാണിച്ചും നിഷ്കളങ്കമായ പുഞ്ചിരി സമ്മാനിച്ചും പരിപാടിക്കെത്തിയവർ പരിചയം പുതുക്കി. വിവിധ ജില്ലകളിൽ നിന്നായി 450ഓളം പേരാണ് മത്സരം കാണാനും പങ്കെടുക്കാനായും എത്തിയത്. ആദ്യത്തെ ഇങ്ങനത്തെ പരിപാടിയാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും സ്ത്രീകളുടെ കൂട്ടായ്മ സഹകരണമുണ്ട്. എല്ലാ ജില്ലകളിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഉണങ്ങിയ ആലിലയിൽ വരച്ചു ചേർത്ത ചിത്രങ്ങൾ, കരകൌശലം, വസ്ത്രങ്ങൾ തുടങ്ങിയവയുടെ പ്രദർശനം വ്യത്യസ്തമായി. പെൻസിൽ ഡ്രോയിംഗ്, മൈലാഞ്ചി മത്സരം, ടാലന്റ് ടെസ്റ്റ്, ഹെയർ ഡിസൈൻ മത്സരം എന്നിവയും ഒരുക്കിയിരുന്നു. മത്സരങ്ങളിൽ വ്യത്യസ്തമായത് പാചക മത്സരമായിരുന്നു. ആർപ്പുവിളികളും ആരവങ്ങളും ഒന്നുമില്ലെങ്കിലും ആവേശം ഒട്ടും ചോരാതെ തന്നെയാണ് മത്സരങ്ങൾ നടന്നത്. ശബ്ദത്തിന്റെ ലോകം വിട്ട് ആംഗ്യത്തിലൂടെയായിരുന്നു കാണികൾ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചത്. വാശിയേറിയ മത്സരത്തിൽ മാറ്റുരച്ചത് വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ടീമുകളാണ്. വിവിധ ജില്ലകളിൽ നിന്നെത്തിയവർക്ക് പുതിയ കാഴ്ചകളും അനുഭവങ്ങളുമാണ് സംഘാടകർ ഒരുക്കിയിരുന്നത്. വനിതകൾക്ക് പ്രാമുഖ്യം നൽകി പുതിയ പ്രതീക്ഷയിലേക്കുള്ള വെളിച്ചം പകർന്നു നൽകാനുള്ള ശ്രമവും വിജയകരമായിരുന്നു. പരിപാടികൾക്ക് OM സീനത്ത്, K നസീബ, BA യൂസഫ്, സന്തോഷ് C എടശ്ശേരിയിൽ, A ഷൺമുഖം, സീമ ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാശിവരാത്രി, ശിവപ്രീതിക്കായി ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. നൌഷാദിനെ പോലെയുള്ള സുമനസ്സുകളുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് സംവിധായകൻ രഞ്ജിത്ത്. കേരളത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കായി ഒരു സംവിധാനവും നിലവിലില്ലെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ. സംസ്ഥാനത്ത് ഭക്ഷ്യ സംരക്ഷണ വകുപ്പ് ഉണ്ടാക്കണമെന്നും ആവശ്യം.
ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.